എന്താ ആലോചിക്കണം? അല്ല, അയാൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അയാൾ പറഞ്ഞതിൽ കാര്യമില്ല എന്ന് ആലോചിച്ചതാ. എന്ത്? അല്ല, നമ്മൾ വേറെ ആരോടെങ്കിലും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്യേണ്ടതായിരുന്നോ എന്നൊരു തോന്നൽ. വേണോട്ടാ, വേറെ ആരോടും ചോദിക്കണ്ട. അല്ല, അങ്ങനെയാണല്ലോ അജേഷ് പറഞ്ഞത്. അതെ, നമുക്ക് പാച്ചിക്കയുടെ അടുത്ത് ചോദിച്ചാലോ? എന്തിന്? ഓ, ഈ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. നിനക്ക് അജേഷിനെ അറിയാത്ത കൊണ്ടാ. ഭയങ്കര മിടുക്കനവൻ. നിന്നെ എന്നെയൊക്കെ എന്ത് ഇഷ്ടമാണെന്നറിയോ? അവൻ പറയണ കേൾക്കാതെ നമ്മളിത് ആരോടെങ്കിലും ചോദിച്ച് അത് പിന്നെ അവനറിഞ്ഞ് നാട്ടുകാരറിഞ്ഞ് വെറുതെ അവനെ വിഷമിപ്പിച്ച് അല്ല അതിനൊക്കെ നിൽക്കണോ? നമ്മൾ തന്നെ വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ മനസ്സ് നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. ശരിയാ, വേണ്ട. ആ, അതാണ്. ഓളങ്ങനെ പറഞ്ഞ? അല്ലടാ, അവളങ്ങനെ എന്നെ പറ്റി അന്വേഷിക്കുക? അതല്ലടാ, ഇത് പുറത്തെ ഞാൻ നാളെ പണിയാവോ? പിന്നെ ടെൻഷൻ ആവാതെ. ഇതെന്നെ കരിയറെ ബാധിക്കുന്ന കാര്യമില്ലേ? അർജന്റ് ഒരു കോള് വന്നപ്പോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പോഴത്തെ ടെൻഷൻ നോക്കണ്ട. ഈ ഒരു കാര്യം ചെയ്, ഈ ഒരു കാര്യം ചെയ്യ്, ഈ ഓലയും കൊണ്ട് ഓഫീസിൽ ചെയ്യും. ഞാൻ കൊണ്ട് വരാം. ആ, ഈ ഇവിടെ ഉണ്ടേനോ? അങ്ങനെ നമ്മൾ കോടതിന്റെ ഉള്ളിൽ നിന്ന് സംസാരിച്ചു വിടാനോ? ഉള്ളിലിരുന്നോ? ഈ ഫോൺ തന്നെ. ഇതിന്റെ ലോക്ക് തുറക്കടോ. ഈ കോട്ട് പിടിക്ക്. ആ അമ്മേ, ഇന്നെ വൈകുന്നേരം വരെ വിളിച്ചാൽ കിട്ടൂല കേട്ടോ. ആ പിന്നെ എൻ്റെ ആ പഴയ ഫോണും ചാർജ് ചെയ്തേക്കണേ. ആ, ഞാൻ വിളിക്കാം. നിന്റെ ഫോണിന് എന്ത് പറ്റി? എടാ മൊയന്തേ, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ പോരേനോ? എന്നോട് സംസാരിച്ചതിന് ആ ജഡ്ജിന്റെ ഫോൺ വാങ്ങിയച്ച്. ഡിസിപ്ലിനറി ആക്ഷൻ. സോറി അളിയാ, ടെൻഷൻ കൊണ്ടാടാ. എൻ്റെ ഒരു ടെൻഷൻ. അന്നെന്തിനപ്പം ഇങ്ങോട്ട് കിട്ടിയെടുത്ത്? ഞാൻ വിചാരിച്ചു ഈ എന്തോ ടെൻഷനിലാന്ന്. എനിക്കെന്ത് ടെൻഷൻ? ആ സമയത്ത് ഞാനത് പതറിപ്പോയെങ്കിലും ഇപ്പൊ ഞാൻ ഓക്കെ. നീ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ്. നീയാണല്ലോ എന്റെ വജ്രായുധം. താജിപ്പോ സീനിലില്ല. എന്റെ റൂട്ട് ക്ലിയർ ആണ്. പക്ഷേ അവളെ മനസ്സിൽ സംശയം തോന്നി തുടങ്ങിയ സ്ഥിതിക്ക് ഈ കളി വല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പണിയാണ്. അനക്കും എനിക്കും. ഞാൻ ആലോചിച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് കുറച്ച് സമയം കിട്ടണം. അതിന് ആ അത്തർ കമ്പനിന്റെ ലൈസൻസിന്റെ കോപ്പി വാങ്ങാനെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു നീണ്ട യാത്ര പോകണം. ഈ യാത്രന്റെ ഇടയിൽ ഇയോളെ മനസ്സിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം. ഇനിയിപ്പോൾ മനസ്സിൽ കയറി പറ്റിയില്ലെങ്കിലും പറയാനുള്ള മുഴുവൻ പറയണം. ഇടങ്ങി സമയമില്ല. പഴയ പോലെ വൈകിപ്പിച്ച് നാറ്റിക്കരുത്. കുറച്ചൊക്കെ ധൈര്യം കാണിക്കടോ. ഇതായിരിക്കണം എൻ്റെ അവസാന യാത്ര. ഹലോ. ഹലോ ഷെർണേ. അതെ, നാളെ നമുക്ക് മോളെയും കൂടി ഒന്ന് കൂട്ടിയാലോ? ഞാനിത് നിന്നോട് അങ്ങോട്ട് ചോദിക്കാതിരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ നേരത്തെ അങ്ങോട്ട് ഇറങ്ങാം. ശരി. ഓക്കെ, ശരി. എണീറ്റാ? നമ്മളിപ്പോൾ എത്തും. ഇവിടെ അടുത്തല്ലേ ഈ കൊടികുത്തിമല? ആ, നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ?
താജു ഇപ്രാവശ്യം 75 കുപ്പിയുള്ളൂ കേട്ടാ. ഈ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാം. ആമാ എന്താടാ വയ്യ എനക്ക്? വിചാരിച്ച പോലെ ഒരു ഡീൽ അങ്ങ് സെറ്റായില്ല, അതാ. ആ അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ബിസിനസിന്റെ ഭാഗമല്ലേ. ഞാൻ കുറച്ച് ദിവസം എന്നോട് ചോദിക്കണം വിചാരിച്ചിരിക്കുന്നു. ഈ ഇങ്ങനെ നടക്കാനാ പ്ലാൻ? ഒന്നും ശരിയായില്ലേ അച്ഛ? ജീവിതം ഇങ്ങനെ കിടക്കുകയല്ലേ? നോക്കണം. പറ്റിയ ഒരാളെ കിട്ടിയതായിരുന്നു. എന്നിട്ട് പറഞ്ഞു നോക്കി, നടക്കൂലമ്മ. പറഞ്ഞിട്ട് നടക്കാത്തതാണോ? അതൊന്നും കുഴപ്പമില്ല. ഇവിടെ ഒരുത്തുണ്ട്, എത്ര കൊല്ലായി കെട്ടിപ്പോഞ്ഞ് വെച്ച് നടക്കണ്. എന്നിട്ടിപ്പം എന്താ, രണ്ടും കെട്ട അവസ്ഥയായി. അതാരാ? നമ്മുടെ ഷെറീൻ. എനിക്കൊന്നും അറിയില്ല എന്നാ ഓൻ്റെ വിചാരം. ആ എന്നേലും അവളോട് പറയായിരിക്കും. എടാ അജേഷേ, ദുവമുള്ള തന്നെ ചാരി കിടന്ന് ഉറങ്ങുന്നേ. ഷോ, ഒറ്റ യാത്ര കൊണ്ട് അത്ര എത്തിയ കൊച്ചു കള്ള. അല്ലടോ, ഇങ്ങനെയാണ് ഒരു ദിവസം കൂടി കറങ്ങുകയാണെങ്കിൽ അടുത്ത ആഴ്ച കല്യാണം നടത്താലോ. പോടാ. ഓ എൻ്റെ ഒരു നാണോ. എടാ പിന്നെ ഇങ്ങനെ നാണിച്ച് നിൽക്കാണ്ട് പെട്ടെന്ന് പോയിട്ട് കാര്യം പറ. ഈ പറഞ്ഞ വെച്ച് നോക്കുമ്പോ ഇതാണ് പറ്റിയ സ്ഥലം, പറ്റിയ സമയം. അതേടാ, ഞാനും പറഞ്ഞാലൊന്നും ആലോചിക്കുക. എടാ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ പോയി ധൈര്യമായിട്ട് കാര്യം പറ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ശരിയടാ, ഓക്കെ. പറഞ്ഞോ? നാളെ പറയാല്ലേ? പോണ്ടേ? എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ ഞാൻ ഇങ്ങോട്ടാണ് വരാറുള്ളത്. അമീറും ഇതുപോലായിരുന്നു. ഓനി ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞ ജീവനായിരുന്നു. ഓരോ കുന്നും മലയും കയറാൻ പോകുമ്പോൾ അവൻ എന്നെയും കൂടെ കൂട്ടുമായിരുന്നു. ഇതുപോലൊരു കുന്നിൻ്റെ മോളിൽ വെച്ച ദുബ വരാൻ പോകുന്ന കാര്യം ഞാൻ അവനോട് പറയണേ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നും. എനിക്ക് അവനോട് കുറച്ചുകൂടെ നന്നായി സംസാരിക്കാൻ പറ്റും. ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് നിൽക്കട്ടെ.